30 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം നാടകവേദിയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ ഗുരുനാഥൻ നാടകാചാര്യൻ പ്രൊഫസർ ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി, ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി, അൾത്താര ഞങ്ങളൊരുക്കി യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ ഇവിടെ, യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ ഇവിടെ, എഴുന്നള്ളേണമേ. ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി. എന്തൊരാരവമായിരുന്നു ഒരു കാലത്ത്. ഉത്സവം തന്നെ ആയിരുന്നു. ആഴ്ചതോറും നോയമ്പ്, കഞ്ഞിവീഴ്ത്ത്, പെരുന്നാള്. ഓർത്തിട്ട് തന്നെ കോരിത്തരിക്കുന്നു. അന്നൊക്കെ എനിക്ക് എന്തോരം പിച്ച കിട്ടുമായിരുന്നു. നല്ല കളക്ഷനായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം പോയില്ലേ? വിശ്വാസികൾ വരാതെ, വിശ്വാസികൾ തമ്മിൽ വാക്കേറ്റം, തമ്മിൽ അടി, കത്തിക്കുത്ത്. എന്തിന്? കോടതി. അവസാനം അവരീ പള്ളി പൂട്ടിച്ച്. കണ്ടില്ലേ? എല്ലാവരും പോയി. ഞാൻ മാത്രം തനിച്ചായി. ആരും വരാതായി. ഞാനങ്ങോട്ട് പോവാനാ? എനിക്കൊരു വഴിയില്ലല്ലോ. അനാഥനായില്ലേ? തീരെ വയ്യാതെയുമായി. എങ്ങോട്ടെങ്കിലും പോണം. നല്ലൊരു പള്ളിയിലേക്ക്. എന്തെങ്കിലും കിട്ടുന്നതായാലും മതി. സക്സസ്, സക്സസ്, സക്സസ്. തിരുമേനി. എടാ പിച്ചക്കാരൻ പാപ്പി, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഞാനുണ്ട്. നിനക്കിനി സന്തോഷിക്കാം. എന്താ തിരുമേനി? ഇത് കണ്ടോ? ഇത് മനസ്സിലായില്ല. ഈ പള്ളിയുടെ നിയമപരമായ അവകാശം ഞങ്ങൾക്കാണ്. ഇതാ ഞങ്ങളിത് തുറന്ന് കുർബാന അർപ്പിക്കാൻ പോവുകയാണ്. ഇനി നിനക്ക് എങ്ങോട്ടും പോകേണ്ടി വരില്ല. സത്യമാണോ? അതെ. നോയമ്പ്, പെരുന്നാള്, കഞ്ഞിവീഴ്ത്ത്, നിന്റെ സമയം തെളിയാൻ പോകുന്നു. ഞങ്ങളുടെ സഭയിലെ ഏറ്റവും മൂത്ത പോറപ്പിസ്കോപ്പാണ് എന്റെ കൊച്ചച്ഛൻ. അനുഗ്രഹിക്കണേ. ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തട്ടെ. ഇന്ന് തന്നെ നമ്മളിവിടെ കുർബാന അർപ്പിക്കും. വരൂ. പിതാവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. വീണ്ടും ഉത്സവം തിരിച്ചു വരാറായി. പെരുന്നാള്, എനിക്ക് നല്ലൊരു കളക്ഷൻ. പിതാവേ, അനുഗ്രഹിക്കണേ. സന്തോഷം. തിരുമേനി, എതിർ ഗ്രൂപ്പിലെ തിരുമേനി അല്ലയോ? തിരുമേനി എന്താ ഇവിടെ കേറണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്ത് പറ്റി? ഇവിടെ ഒരുത്തലില്ല. ഇത്
ഇത് തന്നെ അവസരം. Come on, boys. നമുക്ക് അകത്ത് കയറണം. എന്നാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയൂ. ആദ്യം ഞങ്ങള് ഈ മതില് ചാടിക്കിടക്കും, എന്നിട്ട് അതിന്റെ പള്ളിയുടെ ജനാല തല്ലിപ്പൊളിച്ച് കത്ത് കയറി കുർബാന നടത്തും. വെരി ഗുഡ്. ഞങ്ങൾ പോയി വരട്ടെ. ഇതിനകത്ത് കയറരുതെന്ന് പറഞ്ഞവര് പോലീസ്. കളക്ടർ എന്താണ് പ്രശ്നം? കളക്ടർ എന്താണ് പ്രശ്നം? എന്താണ്? തികച്ച അനീതിയാണ്. എന്ത്? ഇതിൽ കയറി കുർബാന നടത്താനുള്ള അവകാശവും കോടതി വിധിയുമാണിത്. ഇത് നിങ്ങൾ നടപ്പാക്കൂ. ഈ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ലാത്തവർ കയറി മതിൽ ചാടി ജനല് തകർത്ത് ഉള്ളിൽ കയറാൻ ശ്രമിച്ചു. എനിക്കിവിടെ ക്രമസമാധാനം പാലിക്കണം. എന്താ പ്രശ്നം? ഞങ്ങളുടെ അവകാശപ്പെട്ട പള്ളിയാണത്. ഞങ്ങൾക്ക് കുർബാന നടത്തണം. ഇൻകുലാബ് എന്ന് പറഞ്ഞാൽ വിപ്ലവം എന്നല്ലേ? ഇവർക്ക് എന്ത് കാര്യം? ഇത് വിപ്ലവമെന്നല്ലേ? നിങ്ങൾ കൈവെക്കൂ. ഇവിടെ ക്രമസമാധാനം പാലിക്കണം. ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ എന്താ കാര്യം? ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട പേപ്പർ. സമ്മതിച്ചു. ഞങ്ങൾക്ക് അവകാശപ്പെട്ട പള്ളി. ഞങ്ങൾക്ക് പോയി ആരാധന നടത്താൻ അവസരം തരൂ. കോടതിയിൽ പോയാൽ കാശുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ഉത്തരവും വായിക്കാം. ഒരു കാര്യം, നിങ്ങൾ കോടതി ലക്ഷ്യം പറയരുത്. എനിക്കത് അനുവദിക്കാനാവുന്ന പ്രശ്നമല്ല. ദൈവത്തെ പേടിയില്ല, പിന്നെയാണ് കോടതിയെ. പറയൂ, നിങ്ങൾക്ക് എന്താണ്? എനിക്ക് ഒരു പരാതിയുമില്ല. ഇത് നടപ്പാക്കി തരും. ഞാൻ നടപ്പാക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം, ക്രമസമാധാനം പാലിക്കണം. നിങ്ങൾ രണ്ടു കൂട്ടരും സമവായത്തോടു കൂടി തന്നെ പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് നോക്കിയേ മതിയാകൂ. മുഴുവൻ എന്റെ പുറകെ ആൾബലത്തിൽ ഒരു കാര്യവുമില്ല മിസ്റ്റർ കളക്ടർ. ഞങ്ങൾക്ക് കോടതി വിധിയുണ്ട്. ഞങ്ങൾ പോയി കുർബാന നടത്തട്ടെ. ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയിട്ട് ഇവിടെ കുർബാന നടക്കുള്ളൂ. ലോ ആൻഡ് ഓർഡർ നമ്മൾ നോക്കണം. ഒരു കാരണവശാലും ക്രമസമാധാനം പാലിക്കാനായിട്ട് എന്താണ് 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 നിങ്ങൾക്ക് പ്രശ്നം? എന്താണ് ഒരു കാരണം? ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കാരണം അല്ല കളക്ടർ, സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഈ പൂട്ടിക്കിടക്കുന്ന പള്ളി ഇതുപോലെ പൂട്ടിക്കിടക്കും. അപ്പോൾ ഞങ്ങളുടെ കുർബാന അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കാരണവശാലും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ രണ്ടു കൂട്ടരും സമവായത്തോടു കൂടി വരും. നമുക്ക് പരിഹരിക്കാം. ഒരു കാര്യം ചെയ്യണം. ഇവിടെ നമ്മുടെ ജില്ലയിലുള്ള കംപ്ലീറ്റ് പോലീസ് ഫോഴ്സ് കൂടെ ഉണ്ടാവണം. ഒരു സെക്കൻഡ്. ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഭാവമെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര ഉപവാസം തുടങ്ങാൻ ഞാനിതാ പ്രഖ്യാപിക്കുകയാണ്. എവിടെ കൊച്ച സന്നാഹങ്ങൾ ഒരുക്കും. എന്നാലേ കളക്ടറെ ഇതുകൂടെ കേൾക്കണം. ഞങ്ങള് ഒരു അഖണ്ഡ ആഹാര യജ്ഞം നടത്താൻ പോവുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം. നിയമം കൈയെടുക്കാൻ ആരെ അനുവദിച്ചുകൂടാ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കണ്ട. പോലീസ് മാറി നിൽക്കൂ. വിശ്വാസികളുടെ ഇടയിൽ പോലീസിന് എന്ത് കാര്യം? എല്ലാവരുടെയും അറിവിലേക്ക് പറയുകയാണ്, ഇന്നു മുതൽ ദീർഘകാല അനിശ്ചിതകാല ഉപവാസ സത്യാഗ്രഹമാണ് നിരാഹാരം. നമ്മുടെ സഭയിലെ ഏറ്റവും മുതിർന്ന കോറപ്പിസ്കോപ്പ എനിക്ക് വേണ്ടി ഇന്നു മുതൽ നിരാഹാരം കിടക്കുന്നു. അതെ, വരൂ. കിടന്നോളൂ. അങ്ങനെ കൂടെ ഉള്ളവനെ കിടത്തുന്ന ജാതിയാണ്. എല്ലാവരും ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കോടതി വിധി നടപ്പാകുന്നവരെ ഇത് തുടരും. എനിക്കും കൂടെ പെട്ടതാണോ?
ഞങ്ങളെ കൂടെ ആഹാരം കഴിച്ചിട്ട് തിരുമേനി ചോദിച്ചു കേട്ടാ അഖണ്ഡ സത്യാഗ്രഹത്തിൽ പെട്ടതാണോ? ആണോ? ഞാൻ ആഹാരം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. ആഹാ, അപ്പൊ നീ ആഹാരം കഴിച്ചിട്ടില്ല, നിരാഹാരമാണല്ലേ? തിരുമേനി ആ ഗ്രൂപ്പാ. അങ്ങോട്ട് പോയാൽ പാപ്പി വരൂ. പാപ്പി, ഇതെല്ലാം ചാനലുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഉപവാസം എന്ന് പറഞ്ഞിട്ട് ബന്നുകൾ ഒട്ടക്കണക്കിനാണ്. എവിടെ പോകുന്നോ എന്തോ. അത് പോവാൻ നടത്തിയല്ല, പോവാൻ തിരുമേനി, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നല്ലേ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? അതെ. ഓ, അത് ശരി. പാപ്പിക്കും ബുദ്ധി വെച്ച് പോയി. എന്നാ പാപ്പി, അന്യന്റെ മുതല് ആഗ്രഹിക്കരുത് എന്നും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മുതലാണ്. അവരത് ആഗ്രഹിക്കണ്ട, കൊടുക്കില്ല. കിട്ടൂല. തിരുമേനി, രണ്ട് പുതപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം എന്നല്ലേ പ്രമാണം? കൊടുക്കാമല്ലോ. തിരുമേനി, ഓ, രണ്ട് പള്ളിയുള്ള അങ്ങ് ഒന്നില്ലാത്തവന് കൊടുത്തൂടെ? അത് പള്ളി പോയി പറഞ്ഞാൽ മതി. രണ്ടല്ല 2000 പള്ളി ഉണ്ടെങ്കിലും ഒന്നുപോലും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. കാരണം അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ വചനം പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇത് രണ്ടും ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ കാണുകയില്ല. ഞങ്ങളിത് മോശമാണോ? പല്ലെങ്കിൽ പല്ല്. ദുഷ്ടനോട് എതിർക്കരുത്. അച്ഛോ, കുഴപ്പമില്ല. കാറ്റ് പോവും. അച്ഛോ, ദുഷ്ടനോട് എതിർക്കരുത്. ആ, കണ്ണടച്ച് കിടന്ന് ഉറക്കാതെ TV ചാനലുകാരെല്ലാം ക്ലോസപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവശത വരട്ടെ, ദീർഘശ്വാസം വലിക്കൂ. എന്റെ കുഞ്ഞാടുകളോട് ഞാൻ എന്ത് പറയും? എനിക്ക് സഹിക്കുന്നില്ല. ജന്മിയുടെ അസുഖമാണെന്ന് തോന്നുന്നു. ചാനലുകാർ മാറി അവിടെ നിന്ന് ചാനൽ പോയാ? പിന്നെ വാ. എവിടെ എവിടെ? പിച്ചക്കാരൻ പാപ്പി, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിട്ട തടിക്കുന്നവന് മറ്റതും കാണിച്ചു കൊടുക്കാനാണ്. അടിക്കാൻ കയ്യും കൊണ്ടെങ്കിൽ എത്ര സംസ്കാര ശൂന്യരാണിവർ. നിങ്ങളോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ കൊടുക്കാനാ പറയുന്നത്. മത്തായി 5:39-40. പ്രവൃത്തികൾ 5:4. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ മത്തായി 5:44. 13:9. സങ്കീർത്തനം 37:38. അതെന്തുവാ? ദുഷ്ടനെ പന പോലെ വളർത്തും, പക്ഷേ അവന്റെ അന്ത്യം ഭയാനകമായിരിക്കും. അങ്ങനൊരു വാക്യമുണ്ടോ ബൈബിളില്? ഈ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് പോലെ ബൈബിളും ഭേദഗതി ചെയ്യാൻ സമയമായി. ചില തിരുത്തലുകൾ വേണ്ടിയിരിക്കുന്നു. വേണം 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 വേണം, അത്യാവശ്യമായിട്ട് വേണം. ആ കാര്യത്തിൽ എന്തൊരു യോജിപ്പ്! ഇത് കുർബാനെ കണ്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ തിരുമേനി? ശത്രുവിനെ സ്നേഹിക്കാനാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് ശത്രുവായിരുന്നെങ്കിൽ ഞാൻ സ്നേഹിച്ചേനെ. പക്ഷെ ഇത് സ്വന്തം സഹോദരനാ. ഇവനെ കൊന്നേ ഞാൻ അടങ്ങും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നിനും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അച്ഛനാണേലും ഒന്നും സംഭവിക്കുന്നതുമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അങ്ങയുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ തീരുമാനം കൊച്ചോ വീശിക്കൊടുക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് അവസരം. കണ്ണുകൾ അടച്ച് ഇപ്പോഴേ അടച്ച് കിടക്കുകയാണ്. പ്രാർത്ഥിക്കാം. നമുക്കും പ്രാർത്ഥിക്കാം. ഉറച്ച് പ്രാർത്ഥിക്കൂ. ഇതാണ് പറ്റിയ അവസരം. ഇപ്പൊ നമ്മൾ അതിനകത്ത് കയറിയാൽ കയറി, അവന്മാരെ അടിച്ച് നിരത്താം. അല്ല, നാളത്തെ സൂര്യോദയം ഉമ്മാരി കാണരുത്. നമുക്ക് പോകാം.
എന്തിനാ കൊച്ചനെ ഇവിടെ വന്ന് അടികൊള്ളാൻ നടക്കുന്നത്? ഞാനീ പള്ളി കേറാൻ വേണ്ടിയാ ഇത്രയും നാൾ ഇവിടെ കാത്തിരുന്നത്. പാപ്പി, ഞങ്ങൾ ഇവിടെ വന്ന് ഈ അടി കൊള്ളുന്നതും ഈ കിടക്കുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. ഈ പള്ളിക്കകത്ത് കയറാൻ നീ പറയുന്നു നീയും പള്ളി കയറാനാ കിടക്കുന്നതെന്ന്. അതെ. എന്തിനാ നിനക്ക് ഈ പള്ളി കയറിയിട്ട് കാര്യം? ഞാൻ ഈ പള്ളി കൊണ്ടാ ജീവിക്കുന്നത്. അയ്യോ, എന്നെ കുത്തിയാര്. ഞാൻ ഈ പള്ളി കൊണ്ടാ ജീവിക്കുന്നത്. നീ പള്ളി കൊണ്ടാ ജീവിക്കുന്നത് മനസ്സിലായി. പക്ഷെ കുത്തുകൊള്ളാൻ നിൽക്കാതെ നീ പൊയ്ക്കൂടെ? അത് ഈ പള്ളി കൊണ്ട് നീ എങ്ങനെ ജീവിക്കുന്നു? അയ്യോ, 3 പേർ കൂടുന്നിടത്ത്, എന്റെ നാമത്തിൽ 3 പേർ കൂടുന്നിടത്ത് ഞാൻ ഉണ്ടാവും എന്നാണ് വചനം. അതെ, അതെ, യേശുക്രിസ്തു പറഞ്ഞതല്ലേ, 2 or 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടാകും. അതെ, ഞാൻ തന്നെ പറഞ്ഞത്. നീ എന്താ പറയുന്നത്? അത് നമ്മുടെ കർത്താവ് പറഞ്ഞേ. അതെ, നീ എന്താ പറയുന്നത്? ഞാനാണ് ക്രിസ്തു. യേശുക്രിസ്തു? യേശുക്രിസ്തുവിന് പള്ളിയിൽ എന്താ കാര്യം? അതെ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരവർ കൊടുക്കണമേ. ആമേൻ.